വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ അറ്റൻഡർ ആണെങ്കിൽ ശാലിനിയെ സൂപ്രണ്ടിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം സുധാകരനോട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ചെല്ലുകയാണ്. അന്നേരം സൂപ്രണ്ടിനെ ചെന്ന് കാണുന്നുണ്ട്. അന്നേരം ചികിത്സയിലിരിക്കുന്ന സുധാകരൻ്റെ പെങ്ങളാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സൗജന്യ ചികിത്സ തേടിയാണ് നമ്മളെ പോലുള്ള പാവങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എല്ലാത്തിനും പൈസ കൊടുക്കണമെന്നുള്ളത്. ഷുഗർ നോക്കുന്നിടത്തും ബ്ലഡ് കൊടുക്കുന്നിടത്തും പിന്നീട് എന്തിന് ഗേറ്റിൽ വരെ കയറണമെന്നുണ്ടെങ്കിൽ അവിടെയും കൊടുക്കണം 10 രൂപ എന്ന് പറഞ്ഞ് ശാലിനിയിലെ സങ്കടം പോലെ പാവപ്പെട്ട കുട്ടിയെ പോലെ അങ്ങോട്ട് പറയുന്നുണ്ട്. അന്നേരം സൂപ്രണ്ട് പക്ഷേ വളരെ ചിരിച്ച് മാന്യമായിട്ട് പറയുന്നുണ്ട്, അത് ആ പൈസ ഞങ്ങൾ 10 രൂപ വാങ്ങിക്കുന്നത് പാവങ്ങളുടെ സഹായത്തിന് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെയാണ്. പിന്നെ ഓപ്പറേഷനൊക്കെ തികച്ച് സൗജന്യം തന്നെയാണ്. പക്ഷേ അതിനുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിത്തരണം. സാധനങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് ഇങ്ങോട്ടത്തേക്ക് വരുന്നില്ല. ഫണ്ടൊക്കെ നോക്കിയിരുന്നാൽ ആൾ പിന്നെ കാണില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ പാവങ്ങളാണ്, ചേച്ചി ജോലിക്ക് പോയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എനിക്ക് തൊണ്ട് തല്ലുന്ന ജോലിയാണ്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അതിനും പോകാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ അഭിനയിച്ചൊക്കെ ശാലിനി അങ്ങോട്ട് തകർത്ത് പറയുകയാണ്. അറ്റൻഡർ ഇതെല്ലാം കേട്ട് വയ്ക്കുന്നുണ്ട്. തുടർന്ന് അറ്റൻഡറോട് സൂപ്രണ്ട് പറയുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ശാലിനിയോട് പറയുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട്, അവിടെ ചെന്നാൽ മതി, 2000 രൂപ കുറച്ച് ഞാൻ വാങ്ങിത്തരാം, അതുപോലെയും ചോദിക്കുകയാണ്. അന്നേരം വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഇതൊക്കെയല്ലേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ, കാണിച്ചു കൊടുക്കുമെന്ന് അറ്റൻഡറോട് പറഞ്ഞിട്ട് സൂപ്രണ്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഈ യജ്ഞത്തിൽ സൂപ്രണ്ടിനും പങ്കുണ്ടല്ലേ എന്ന് പറഞ്ഞ് ശാലിനി ആലോചിച്ച് നിൽക്കുമ്പോൾ കട ഞാൻ വാങ്ങിച്ചു തരാം, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടത്തേക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് തലയും ചൊറിഞ്ഞുകൊണ്ട് അറ്റൻഡർ പറയുകയാണ്. അറ്റൻഡർക്കും പൈസ വേണമെന്നുള്ളത്. അന്നേരം അത് ഞാൻ തരാമെന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം വാങ്ങിച്ച് ശീലമായി പോയി, അല്ലാതെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ പിന്നെ ഒരു സമാധാനക്കേടാണെന്ന് പറയുമ്പോൾ അത് എത്തിക്കാമെന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ചെറിയ കള്ളങ്ങളൊന്നുമല്ല, വലിയ കള്ളങ്ങളാണ് നടക്കുന്നത്, ഇത് ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ ആലോചിച്ച് ശാലിനി നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഡെയ്സി ആണെങ്കിൽ സുസ്മിത ഫോൺ ചെയ്യുന്നുണ്ട്, എന്തായി നിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അന്നേരം ശിവനെ തകർക്കാനായിട്ട് ഒരു ഉഗ്രൻ അത് വഴി വന്നതാണ്, പക്ഷേ അത് കയ്യിൽ നിന്ന് വഴുതി പോയി, അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ശിവൻ്റെ അച്ഛൻ മഹേന്ദ്രൻ പടമായിട്ട് ഭിത്തിയിലിരുന്നേനെ എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ നീ തെളിച്ച് പറയുമെന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ ആക്സിഡൻറ്റ് കണ്ട സംഭവം യോഹന്നാൻ ഹോസ്പിറ്റലിലാക്കാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഡെയ്സി പറയുന്നുണ്ട്. എന്നിട്ട് ഡെയ്സി പറയുന്നുണ്ട്, പക്ഷേ കൊല്ലാൻ നോക്കിയത് ആരാണ് എന്നുള്ള ഇതുവരെ കിട്ടിയിട്ടില്ല, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ചോദിക്കുക, ഈ ശിവനും മഹേന്ദ്രനും തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശത്രുതയിലാണെന്ന് പറയുമ്പോൾ എങ്കിൽ ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം എന്ന് പറഞ്ഞിട്ട് സുസ്മിത ആണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണെങ്കിൽ അവിടെ ഡെയ്സിയോട് പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നിങ്ങനെ ഡെയ്സി ചോദിക്കുകയാണ്. അന്നേരം അതിനുള്ള പണിയൊക്കെ SI സോമശേഖരൻ ചെയ്തോളും, ഇത് നമുക്ക് കിട്ടിയൊരു ന്യൂക്ലിയർ ബോംബാണ്, നീ വേണ്ട രീതിയിൽ അങ്ങ് പ്രയോഗിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഈ ഡെയ്സി ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് ഡെയ്സി ആണെങ്കിൽ അവിടെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ യോഹന്നാനും ഡേവിസും ആൻ്റണിയും എൽസമ്മയും ഒക്കെ കല്യാണത്തിനൊക്കെ വിളിക്കേണ്ടവർ ലിസ്റ്റും എല്ലാമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അവരുടെയൊക്കെ പേര് എൽസമ്മ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഡെയ്സി എന്ന് പറയുന്നുണ്ട്, മാണിക്കോത്ത് മഹേന്ദ്രൻ അവിടെ നിന്നായിരിക്കണം ആദ്യത്തെ കല്യാണ വിളി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ അയാളെ പാതി ജീവനാക്കിയതും പോരാ, ഇനി അയാളെ കല്യാണം കൂടി വിളിക്കണമെന്നിങ്ങനെ യോഹന്നാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനോ മാണിക്കോത്ത് മഹേന്ദ്രനെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായത് അയാളുടെ മകൻ ശിവനാണ്, മറ്റാരുമല്ല എന്നിങ്ങനെ പറയുമ്പോൾ യോഹന്നാനൊക്കെ നോക്കിയാണ്. അന്നേരം അതെ, സ്വന്തം കൊല്ലാൻ നോക്കിയത് മകൻ ശിവൻ തന്നെയാണ്, ദൃക്സാക്ഷികളൊക്കെ വരും, അതിനുള്ള പണിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ യോഹന്നാൻ സന്തോഷം കൊണ്ടങ്ങോട്ട് കൈയടിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് വേണ്ടത് എന്നിങ്ങനെ, നീ നല്ല കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡേവിസ് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയോ അതേ കടം എടുത്തതോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആരുടെ തലയിൽ ഉദിച്ചതായാലും അവസാനം എത്തുന്നത് മാണിക്കോത്തും മഹേന്ദ്രൻ തന്നെയാണ്, ശിവനിലും തന്നെയാണ്. അവരുടെ സർവ്വനാശം എന്ന് പറയുമ്പോൾ അച്ഛനും മകനും കൂടി അങ്ങോട്ട് സ്വയം വാളെടുത്തോളൂ എന്നിങ്ങനെ യോഹന്നാനും എല്ലാവരും കൂടി പറഞ്ഞ് അങ്ങോട്ട് ചിരിക്കുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിലാണെങ്കിൽ മഹേന്ദ്രൻ്റെ അടുത്ത് സോമശേഖരൻ എത്തുന്നുണ്ട്. അന്നേരം ചന്ദ്രയും റാണിയല്ല നിർമ്മലയും ഒക്കെ ഉണ്ട്. അന്നേരം എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പിന്നെ മക്കളുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്, വഴിക്ക് വെച്ച് കാറിൻ്റെ നിയന്ത്രണം തെറ്റി അങ്ങോട്ട് ഇടിച്ച് കയറിയതായിട്ട് ഓർമ്മയുണ്ട്, മക്കളുടെ ഭാഗ്യം കൊണ്ട് ജീവൻ പോയില്ല എന്ന് പറയുകയാണ്. അന്നേരം മക്കളുടെ ഭാഗ്യം എന്ന് പറയേണ്ട, മക്കളുടെ പ്രവൃത്തി കൊണ്ട് ഇവിടേക്ക് എത്തിച്ചു എന്നിങ്ങനെ പറയുകയാണ് വേണ്ടതെന്ന്. അന്നേരം അങ്ങനെയാണ് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സ്വന്തം അച്ഛൻ്റെ ചോര എടുക്കാൻ പോയത് മകൻ തന്നെയാണ്, സ്വന്തം ചോര തന്നെയാണ് ശിവൻ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല, ശിവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുന്നുണ്ട്. ചന്ദ്രയും നിർമ്മലയൊക്കെ അയ്യോ എന്നൊക്കെ ഇങ്ങനെ വയ്ക്കുകയാണ്.
അന്നേരം പറയുന്നുണ്ട് ഇല്ല, പിന്നെ അത് സാറ് നിയന്ത്രണം വിറ്റ് കാർ ഇടിച്ച് കയറി എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷേ കാറിൽ തന്നെയല്ലേ കിടക്കേണ്ടത്, പിന്നെ അങ്ങനെ തൊട്ടടുത്ത കുഴിയിലെത്തി, അതും കുറച്ച് ദൂരെ, ആരെയും കൊണ്ട് എടുത്തിടാതെ അങ്ങോട്ട് എത്തില്ലല്ലോ, ശിവൻ തന്നെയാണ് അത് ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നിർമ്മലയും പറയുകയാണ്. അന്നേരം ഈ മഹേന്ദ്രനാണെങ്കിൽ ഇത് കേട്ടൊരു ഷോക്കിൽ അങ്ങ് വെടിയിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട്, പിന്നെ കട്ടിലെ കമ്പിയിൽ പിടിച്ചുകൊണ്ട്. അന്നേരം ദൃക്സാക്ഷികളുണ്ട് കണ്ടതിന് എന്ന് പറയുമ്പോൾ അവരെ ഇങ്ങോട്ട് വിളിക്കുകയെന്ന് കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ ഒരാളെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. തുടർന്ന് താൻ എന്താണ് ഇന്നലെ രാത്രി കണ്ടത് അങ്ങോട്ട് തെളിച്ച് പറയുന്നുണ്ട്. അന്നേരം അത് ഒരു കൊണ്ടുവന്ന വെറും ഒരു കള്ളസാക്ഷി തന്നെയാണ്. അന്നേരം എൻ്റെ പേര് സഞ്ജീവ് എന്നാണ്, ഞാൻ വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്, എൻ്റെ വർക്ക്ഷോപ്പിൽ ശിവൻ വന്നിട്ടുണ്ട്. അന്ന് വർക്ക്ഷോപ്പിൽ ഒരുപാട് പണിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പോകാൻ താമസിച്ചത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശിവനാണെങ്കിൽ സാറിനെ കാറിൽ നിന്ന് എടുത്ത് അവിടത്തേക്ക് കൊണ്ടിടുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. വർക്ക്ഷോപ്പിൽ ഇരുന്നോട് ശിവനെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട്. പക്ഷേ മഹേന്ദ്രനാണെങ്കിൽ അത് വിശ്വസിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് കൂട്ടാവുന്നില്ല. പക്ഷേ ഇങ്ങനെ സാക്ഷിയോട് കൂടി പറയുമ്പോൾ മഹേന്ദ്രൻ പിന്നീട് അത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. നിർമ്മലയും ചന്ദ്രയും ഒക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ ഉദ്ദേശം നിറവേറ്റിയതിൽ സോമശേഖരൻ ആകെ സന്തോഷിച്ചു ഇരിക്കുകയാണ്. ഇതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റൽ അറ്റൻഡർ ആണെങ്കിൽ ഒരു എഡ്വിൻ സാറിനെ എന്നും പറഞ്ഞ് പരിചയപ്പെടും. സാർ ഇപ്പോൾ ലിസ്റ്റ് കിറ്റ് കൊണ്ടുവരുമെന്ന് പറയുകയാണ്. അതിന് പൈസയൊക്കെ റെഡിയാണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് ശാലിനി പറയുന്നുണ്ട് ഈ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എൻ്റെ എന്ന് പറയുമ്പോൾ അതൊന്നും പേടിക്കേണ്ട, സാറിന് എല്ലാം അറിയാം, എല്ലാം കൊണ്ടുവരും. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്രണ്ടിൻ്റെ ബിനാമി ആയിരിക്കും എഡ്വിൻ സാർ എന്നിങ്ങനെ കരുതുകയാണ്. അന്നേരം ഒരാളാണെങ്കിൽ ഈ എഡ്വിൻ എന്ന് പറയുന്ന ആളാണെങ്കിൽ കിറ്റുമായിട്ട് വരുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ പൈസ എണ്ണുമ്പോൾ കിറ്റ് ഈ അറ്റൻഡർ അങ്ങ് വാങ്ങുന്നുണ്ട്. ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് സൂപ്രണ്ട് പറഞ്ഞുകൊണ്ട് 2000 രൂപ കുറച്ചാണ് ഇട്ടേക്കുന്നതെന്നൊക്കെ എഡ്വിൻ പറയുമ്പോൾ ശാലിനി പൈസ എണ്ണി കറക്റ്റ് കൊടുക്കുകയാണ്. തുടർന്ന് അയാളങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ഈ കിറ്റ് ഡോക്ടറെ ഏൽപ്പിക്കട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന ആളിനെ അങ്ങ് നോക്കിയാൽ മതി എന്നിങ്ങനെ പേഷ്യൻറ്റിനെ നോക്കിയാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് അയാൾ അതങ്ങ് പോകുന്നുണ്ട് ഈ കിറ്റും കൊണ്ട്. അതായത് ഈ കിറ്റ് വീണ്ടും വാങ്ങിച്ചെടുത്ത് കൊടുത്ത് അവർ പൈസ വാങ്ങി അവർ വീതിച്ചെടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ആ ഒരു ഇതിൽ സൗജന്യമായിട്ടുള്ള കിറ്റിൽ ഓപ്പറേഷൻ നടത്തുമായിരിക്കും. അങ്ങനെയായിരിക്കും അവർ തിരിമറി കഴിഞ്ഞ് പണം സമ്പാദിക്കുന്നത്. ശാലിനി അങ്ങനെ ഇതെല്ലാം കണ്ടാകെ ദേഷ്യത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ മഹേന്ദ്രൻ ഇങ്ങനെ ആകെ വിഷമിച്ച് കിടക്കുന്നുണ്ട്. നിർമ്മലയും ചന്ദ്രയും കൂടി 2 സ്ഥലത്ത് കട്ടിലിൻ്റെ അപ്പുറം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശിവനാണെങ്കിൽ ഓടിപ്പാഞ്ഞ് എത്തുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്താ പറ്റിയതെന്നും പറഞ്ഞ് ഓടി മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം പിന്നെ അങ്ങ് കൊന്നുകൂടായിരുന്നോടാ, കുഴിയിലേക്ക് എടുത്തിട്ടപ്പോൾ കഴുത്തങ്ങ് ഞെരിച്ചുകൂടായിരുന്നു, അപ്പോൾ പിന്നെ ജീവൻ ബാക്കി ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഏറ്റെടുത്ത പണി വൃത്തിയായിട്ട് ചെയ്യേണ്ടേലടാ, അല്ലെങ്കിൽ ഇങ്ങനെ സങ്കടം അഭിനയിച്ച് ഇവിടെ ഒന്ന് നിൽക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്, അമ്മ എന്തൊക്കെയാണ് അച്ഛൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിർമ്മല അങ്ങോട്ട് അത്രയും നേരം സഹിച്ചു നിന്നിട്ട് നിർമ്മലയും ആ പോലീസുകാരൻ പറഞ്ഞതൊക്കെ അതേപടി വിശ്വസിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് എങ്ങനെ തോന്നിയിട സ്വന്തം അച്ഛൻ്റെ ജീവൻ എടുക്കാനായിട്ട്, അച്ഛനോടില്ലാത്ത സ്നേഹമെന്ന് നീ അമ്മയോടും വേണ്ട, നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കങ്ങോട്ട് ആദ്യ ശിവനെ പറയുന്നുണ്ട്. അന്നേരം അമ്മ അങ്ങനെയൊന്നുമില്ല, ഞാൻ മധുരയ്ക്ക് എന്നിങ്ങനെ പറയുമ്പോൾ നീ ഒന്നും എന്നോട് പറയണ്ട, നീ ഇവിടെ നിൽക്കുകയും വേണ്ട, നീ എന്നെ കൂടി അങ്ങോട്ട് കൊല്ലിട എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ്റെ കൈ തന്നെ പിടിച്ച് നിർമ്മല സ്വന്തം കഴുത്തിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ ചിത കെട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ എനിക്ക് വേണ്ട, നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ, എനിക്ക് ഇത്രയും ദ്രോഹം ചെയ്യാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തത്, എനിക്ക് ഭർത്താവ് തന്നെയാണ് വലുത്, അത് കഴിഞ്ഞ മക്കളുള്ളൂ, നീ ഇനി ഇവിടെ വേണ്ട, ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ട് ശിവനെ പിടിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിടിച്ച് വലിച്ച് പുറത്തൊക്കെയാണ് ഇങ്ങനെ കൈ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിടിച്ച് വലിച്ച് മുറിക്ക് പുറത്തേക്ക് തള്ളുകയാണ്. എന്നിട്ട് ആ കരഞ്ഞ് നിർമ്മല ബഹളം വെക്കുകയാണ്. അന്നേരം ചന്ദ്ര ഓടി ചെല്ലുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ചന്ദ്രയും പിടിച്ച് തള്ളുന്നുണ്ട്. അന്നേരം ചന്ദ്ര ശിവനോടൊപ്പം ഇനി ഇറങ്ങുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കണ്ട് മഹേന്ദ്രൻ ആകെ വിഷമിച്ച് കിടക്കുകയാണ്. എന്നിട്ട് നിർമ്മലയെ ഒരു ഭിത്തിയിൽ ചാരിന്നങ്ങോട്ട് കരയുകയാണ്. അന്നേരം വെളിയിലിറങ്ങിയിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛനെ പിന്നെ അച്ഛൻ ശിവേട്ടനെ അപകടപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം സോമശേഖരൻ വന്നിരുന്നു, അയാൾ പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിപ്പിച്ച് അച്ഛനെ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നാലും അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം തെളിവ് സഹിതമല്ലേ സോമശേഖരൻ വന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ചോദിക്കുന്നുണ്ട്. അന്നേരം തെളിവും ചോദിക്കുമ്പോൾ ആ വർക്ക്ഷോപ്പ് നടത്തുന്ന സജീവാണെങ്കിൽ പിന്നെ ഏട്ടൻ അച്ഛനെ കുഴിയിലേക്ക് എടുത്തിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനി അച്ഛനെയും അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ ചന്ദ്രയും കരഞ്ഞുകൊണ്ട് പറയുക. അന്നേരം എന്ത് ബോധ്യപ്പെടുത്താൻ, ഇപ്പോൾ തന്നെ നീ അവസ്ഥ കണ്ടില്ലേ അമ്മയുടെ അവസ്ഥ, കയ്യിൽ ആയുധം ഒന്നും കിട്ടാഞ്ഞ ഭാഗ്യം, അല്ലെങ്കിൽ എന്നെ ഇവിടെ വെച്ച് തന്നെ തീർത്തേണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി
ഇനി എന്ത് ചെയ്യും ഏട്ടാ എന്നിങ്ങനെ ആലോചിച്ച് ചന്ദ്ര ഇങ്ങനെ വിഷമിക്കുകയാണ്. അന്നേരം സ്വന്തം മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി. അതിന് മക്കളോട് സ്നേഹം വേണം, മക്കളെ മനസ്സിലാക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് നടന്നാൽ ഇങ്ങനെ ഇരിക്കും. മക്കളുടെ മനസ്സും ഇഷ്ടവും ഒക്കെ മനസ്സിലാവുന്ന ഒരു അച്ഛനും അമ്മയും ആയിരിക്കണം. എങ്കിലേ എന്തായാലും എന്നെ പടിയടച്ച് പിണ്ടം വെച്ചല്ലേ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇറക്കി വിട്ടതല്ലേ, എൻ്റെ സ്ഥാനം പടിക്ക് പുറത്ത് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുക. അന്നേരം ഏട്ടൻ്റെ നിരപരാധിത്വം തെളിയിക്കണേ ചോദിക്കുന്നത് എന്തിന്, എന്നോട് സ്നേഹമില്ലാത്തവരോട് ഞാൻ എന്തിന് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ സോമശേഖരനെല്ലാം പറഞ്ഞൊപ്പിച്ചതാണ് ആ സഞ്ജീവിനെയും പോയൊന്ന് കാണണമെന്ന് പറയും, ഇത്രയും കള്ളം പറഞ്ഞൊപ്പിച്ചതിനെന്നുള്ളത്. അന്നേരം സോമശേഖരനെ മാത്രമായിട്ട് ഞാനൊരു കാണൽ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അവന് വർക്ക്ഷോപ്പുകാരനും കൊടുത്തോളാം. പിന്നെ എൻ്റെ നേരെ കത്തിവെച്ചവരെയൊക്കെ ഞാൻ മറക്കുകയാണ്, പക്ഷേ എൻ്റെ കുടുംബത്തിൽ കയറി കത്തിവെച്ചവരെ ഉണ്ടല്ലോ ഞാൻ ഒരിക്കലും മറക്കില്ല, കണക്ക് തീർക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ല. ദേഷ്യത്തോടെ ശിവനാണെങ്കിൽ മൂക്ക് തുറന്ന് ചെവിയൊക്കെ ഇങ്ങനെ ചലിച്ചിങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സുധാകരൻ്റെ ഓപ്പറേഷൻ ആണെങ്കിൽ നടക്കുന്നുണ്ട്. പുറത്തിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശാലിനിയും പിന്നെ കാഹളം കുമാരനും ഉണ്ട്, ഈ സുധാകരൻ്റെ ഭാര്യയും ദീപുവും ഒക്കെ ഉണ്ട്, ദീപു അമ്മയും ഒക്കെ ഉണ്ട്. അന്നേരം കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. സുധാകരൻ ഇനി എണീറ്റ് നടക്കുകയും ചെയ്യും. കാര്യങ്ങൾ ശരിയാവാൻ 1-2 മാസത്തെ അവകാശം എടുക്കും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വാർത്ത കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരുന്നതാണെന്നൊക്കെ കാഹളം കുമാരൻ പറയുന്നുണ്ട്. നന്ദി ഉണ്ടെന്നൊക്കെ ശാലിനിയൊക്കെ പറയുകയാണ്. തുടർന്ന് ഡോക്ടർ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ടല്ല, ഈ ഒരു നമ്മുടെ ഈ സന്തോഷത്തിന് ഡോക്ടറുമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ശാലിനി വീണ്ടും എറിഞ്ഞിട്ട് പിടിക്കാനാണ്. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് എൻ്റെ കടമ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ, എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യം മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഡോക്ടറാണെങ്കിൽ ശാലിനി തന്നെ ഇങ്ങനെ അടിമുടി ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് എന്താ പേരും ചോദിക്കുന്നുണ്ട്. അന്നേരം സീത എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ തന്നെയാണോ, ഈ സിറ്റിയിൽ തന്നെയാണോ താമസിക്കാൻ ചോദിക്കുമ്പോൾ അതെ, ഈ സിറ്റി തന്നെ ഭരിക്കുന്നത് ഞാനല്ലേ എന്നിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ശാലിനി പറയുകയാണ്. അന്നേരം അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ കുമാരൻ പറയുന്നുണ്ട്, അല്ല പിന്നെ മുനിസിപ്പാലിറ്റിയിൽ അടിച്ചു വാരാനൊക്കെ സീത കൂടി പോവും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് ശരി, നല്ല പേര് എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇനിയൊക്കെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശാലിനി തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അത് അവരെല്ലാവരും കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആളൊന്നുമല്ല, അതൊരു ശുശ്രൂഷ രംഗത്ത് ഈ ഹോസ്പിറ്റലിൽ പാവങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, അതിനുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തെ ജനപ്രിയ ഡോക്ടർക്കുള്ള അവാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സാറിനെ പോലുള്ളവർ ഈ നാടിനൊരു പുണ്യം തന്നെയാണ്, സാറിൻ്റെ സേവനങ്ങൾ നല്ലത് തന്നെയാണെന്ന് പറയുമ്പോൾ കുമാരൻ്റെ തോളിൽ തട്ടിയൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളിലൂടെയാണ് എൻ്റെ പ്രശസ്തി എല്ലാവരിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. സുധാകരനെ എൻ്റെ ഒരു നോട്ടം സുധാകരൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നേരം കുമാരൻ പറയുന്നുണ്ട്, അന്നേരം നോട്ടം കുമാരന് സുധാകരനിലല്ല എന്നിങ്ങനെ പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി, എവിടം വരെ പോകും നോക്കട്ടെ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് സുധാകരൻ്റെ ഭാര്യ ഇങ്ങനെ നന്ദിയൊക്കെ പറയാണ് കൈകൂപ്പി. അന്നേരം ഈ കുട്ടിയുണ്ടല്ലോ ദീപു ആണെങ്കിൽ കൊച്ചുകുട്ടി, ആ പസ്തയുടെ പപ്പിയുടെ കൂട്ടുകാരി, അതും ഇങ്ങനെ ശാലിനിയെ തൊഴുകയാണ്. അന്നേരം ശാലിനി പെട്ടെന്ന് കൈയങ്ങ് മാറ്റിയിട്ട് എന്താ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൈങ്ങ് മാറ്റിയിട്ട് കവളിലിങ്ങനെ പിടിക്കുകയും തലയിൽ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് രേഷ്മയാണെങ്കിൽ തിരിച്ചെത്തിയിട്ട് ഓട്ടോയിലിരുന്നുകൊണ്ട് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അനുപല്ലവി ഓടിക്കൊണ്ടുവന്ന് ഫോൺ ശാലിനിക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ തിരിച്ചെത്തി എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ശിവൻ്റെ കയ്യിലുണ്ട്, ശിവൻ ഹോസ്പിറ്റലിൽ കയറി എന്ന് പറയുകയാണ്. അന്നേരം ഹോസ്പിറ്റലിലും ചോദിക്കുമ്പോൾ അച്ഛനൊരു ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതായിട്ട് എന്തെങ്കിലും, അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ ശിവനെ വിളിച്ചോളാം, എല്ലാത്തിനും കൂടെ നിന്നതിന് താങ്ക്സ് പറയുക. അന്നേരം നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്ന് വേണമെന്ന് ഇങ്ങനെ രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു ഓളത്തിന് അങ്ങ് പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോൾ ശരി ഞാനിത് പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ചായക്കടയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ശാന്ത ചോദിക്കുന്നുണ്ട്, ഇന്നലെ ശാരീരിക ഡിസ്ചാർജും ചോദിക്കുമ്പോൾ ബില്ലൊക്കെ ആയി വരുമ്പോൾ ഉച്ചയാവും, ഞാൻ അപ്പോഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട്. അന്നേരം അതിൽ നിന്നും ശാരീരിക ഡിസ്ചാർജായി രോഹിത്തും ശ്യാമയും കൂടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അന്നേരം ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയെന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് ഗോപാലകൃഷ്ണനാണെങ്കിൽ. അന്നേരം ശ്യാമയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം ഇറങ്ങുന്നുണ്ട്, പിന്നീട് രോഹിത്ത് ഇറങ്ങുന്നുണ്ട്, പിന്നീട് ശാരികയാണെങ്കിൽ രോഹിത്ത് ഇങ്ങനെ പിടിച്ചിറക്കാൻ പോവുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം രോഹിത്ത് കുഞ്ഞിനെ പിടിക്കുക എന്ന് പറയുന്നുണ്ട്. രോഹിത്തിൻ്റെ കയ്യിൽ കുഞ്ഞിനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ശ്യാമ ശാരിയെ പിടിച്ചിറക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഓടി ചെല്ലുകയാണ്. ഗോപാലകൃഷ്ണൻ ഓടിച്ചെന്ന് നേരത്തെ ഡിസ്ചാർജ് ആയോ എന്നും പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് വാങ്ങുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ അച്ഛനെ വിളിക്കാതിരുന്നതാണ് എന്നിങ്ങനെ ഞങ്ങളിങ്ങ് പോകുന്നു എന്നും പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശ്യാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് രോഹിത്തിനെ, ശാരിയുടെ കാര്യം ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ശാന്തേച്ചി ഓടി വന്നേന്ന് വിളിക്കുകയാണ്. എന്നിട്ട് രോഹിത്തിനോട് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്, എന്നിട്ട് ശാരിയും കൂടെ പിടിച്ചു കയറ്റാനായിട്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, ഈ സഞ്ചികൾ
എല്ലാം എടുത്താൽ മതി എന്ന് പറയുകയാണ്. രോഹിത്തിനും ഗോപാലകൃഷ്ണനൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട് ശ്യാമയുടെ ആ കുശുമ്പൊക്കെ. തുടർന്ന് ശ്യാമയും കൂടി പിടിച്ച് ശരീരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. രോഹിത്ത് ബാഗൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവർ ആ ഉമ്മറത്തേക്ക് കയറുമ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കുക, എനിക്ക് നടക്കാനൊക്കെ പാടാണെന്നൊക്കെ പറയുമ്പോൾ ശാന്ത പറയുന്നുണ്ട് അങ്ങോട്ടത്തേക്ക് ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയാണ്. തുടർന്ന് രോഹിത്ത് അവിടെ ആ തിണ്ണയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്. തുടർന്ന് ശ്യാമ അങ്ങോട്ട് ചൂടാവുകയാണ്. രോഹിത്ത് ജോലിക്ക് പോകണില്ലേ, ഇനി പോയിരുന്നെങ്കിൽ 11 മണിക്കുള്ള എക്സ്ട്രാ ഡ്യൂട്ടിക്ക് കയറാമല്ലോ, ഇവിടെ ഇപ്പം നിന്നിട്ട് എന്താ, പിന്നെ അത് ശമ്പളത്തിൽ കയറുകയെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. ഗോപാലകൃഷ്ണൻ ഇങ്ങനെ രോഹിത്തിനെ നോക്കുന്നുണ്ട്, ശ്യാമയെ നോക്കുകയാണ്. ശാരികയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അന്നേരം എങ്കിൽ ഞാൻ പോയിട്ട് വരാച്ചാന്നും പറഞ്ഞങ്ങോട്ട് രോഹിത്ത് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് തുണ്ടെടുക്കുന്നുണ്ട്. വരുമ്പോൾ ശാരികയ്ക്കുള്ള മരുന്ന് വാങ്ങിത്തരാം, എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ ശാരിക പറയുന്നതും രോഹിത്ത് ശരി വാങ്ങിക്കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നു. ശ്യാമയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ശ്യാമയാണെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ അങ്ങോട്ട് പിടിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് രോഹിത്ത് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ രാത്രിയാവില്ല, അപ്പോൾ ഏത് മെഡിക്കൽ സ്റ്റോർ തുറന്നിരിക്കാനാണ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പോകുമ്പോൾ വാങ്ങണം, അപ്പോൾ പിന്നെ ഇതും കൊണ്ട് എവിടെ കൊണ്ടുവയ്ക്കും, അതുകൊണ്ട് ചേച്ചിയുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, അച്ഛൻ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഗോപാലകൃഷ്ണന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ പറയണം ഞാൻ പോകുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് എങ്കിൽ പിന്നെ രോഹിത്ത് പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം ശരിയെന്നുണ്ട്. രോഹിത്ത് ഒരു നോട്ടം ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് അങ്ങ് നടന്നു പോവുകയാണ്. അന്നേരം ശ്യാമ അത് നോക്കിയിട്ട് പറയണം വന്ന് ഓട്ടോയിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു, ഇവിടെ പ്രസവം ശുശ്രൂഷയായിട്ട് നടക്കുന്നു, എല്ലാവരും കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ അതിന് മുന്നേ രോഹിത്ത് ചോദിക്കുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ ഏത് മുറിയിലേക്കാണ് വെക്കുന്നത്, കാറ്റും വെളിച്ചമൊക്കെയുള്ള മുറി വേണം കുഞ്ഞിനെ എന്നൊക്കെ കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് ടവലിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അന്നേരം ശാരീരിച്ച് കിടന്ന മുറി തന്നെ മതിയല്ലോ, ഇനി ഇവിടെ പ്രത്യേക മുറിയൊന്നും ഒരുക്കാനൊന്നും ഇല്ല എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് രോഹിത്ത് പോകുന്നതൊക്കെ. എന്നിട്ടന്ന് അകത്തേക്ക് പോകാമെന്ന് ഇങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാന്തയാണെങ്കിൽ ശരീരം കൊണ്ട് അകത്ത് പോകുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ പറയെ കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. ഇതൊന്നും ശ്യാമയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആകെയില്ല വേറെ ആരുടെ കുഞ്ഞിനെ കൊണ്ടുവന്നു വീട്ടിൽ നിർത്തുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ശ്യാമ പെരുമാറുന്നതൊക്കെ. അതിനുശേഷം ഒരു സ്ഥലത്ത് വെച്ച് സോമശേഖരൻ ഡെയ്സിയും സുസ്മിതയും കൂടി കണ്ടുമുട്ടുന്നുണ്ട്. അന്നേരം എവിടെയാണോ തനിക്ക് പിഴച്ചത് എല്ലാം കൂടി വാക്കിന് കയ്യിൽ കിട്ടിയതല്ലേ, പിന്നെ അവനെ ഒതുക്കാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ എല്ലാം വന്നതാണ്, പക്ഷേ അവൻ്റെ അച്ഛൻ്റെ ബുദ്ധിയാണ് അവനെ വിട്ടുകളയാനായിട്ട് അങ്ങനെ വിട്ടുപോയതെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അയാളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്വന്തം ചോരയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശം കാണില്ല, എന്തൊക്കെ അയാൾ മനസ്സിൽ കാണുമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് അവിടെ കേസ് എടുക്കാനായിട്ട് മഹേന്ദ്രൻ പരാതിയില്ല എന്ന് പറയുമെന്ന് തോന്നുന്നു. അപ്പോൾ ശിവൻ്റെ പേരിലൊന്നും വരുന്നില്ല, ഇവർക്ക് ശിവനെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല, അതാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത്. അന്നേരം എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടിയത് അവന് കൊടുക്കുക തന്നെ വേണം. അവൻ എൻ്റെ ഭാര്യയുടെ മുന്നിലിട്ടാണ് തല്ലിയത്, മുറിവാണെങ്കിൽ മരുന്ന് വെച്ച് കെട്ടാം, പക്ഷേ ഈ കിട്ടിയത് തിരിച്ചു കൊടുത്തേ മതിയാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡെയ്സിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഡെയ്സി നീ എന്താ മിണ്ടാ നിൽക്കുന്നതെന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം അവനെ പൂട്ടാൻ തന്നെയാണ് ആദ്യത്തെ ചൂട് വീഴ്ചപ്പോൾ ഞാനൊന്ന് അറച്ചതാണ്, പക്ഷേ അവനെ എൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയതല്ലേ, അപ്പോൾ എനിക്ക് കിട്ടാതെ ആർക്കും വേണ്ട, കളക്ടർക്ക് അവൻ ജീവിതം കൊടുക്കാൻ പോകും, അത് ഞാൻ എന്തായാലും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീറും വാശിയോടെ കുറേ ശിവനോടുള്ള പ്രതികാരമൊക്കെ ഡെയ്സി അങ്ങ് കോരം പ്രസംഗിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുന്നുണ്ട് ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്, പണ്ട് വിഷ്ണു എന്നെ ചതിച്ച് ശാലിനിയെ സ്വന്തമാക്കിയപ്പോൾ ആ ഒരവസ്ഥ തന്നെയാണ് നിനക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ അവനെ ശിവപാർവതി സംഗമമൊന്നും കേട്ടിട്ടില്ലേ, ശിവൻ്റെ തണലായിട്ട് പാർവതി ഉണ്ടെങ്കിൽ മാത്രമേ ആ ശക്തി കൂടുകയുള്ളൂ, എന്തായാലും ശാലിനി അവനോടൊപ്പം നിൽക്കാനായിട്ട് പാടില്ല, അവരെ അകറ്റുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരേ ഒരു പ്രാവശ്യം അവനെ എൻ്റെ ലോക്കപ്പിലൊന്ന് കിട്ടിയാൽ മതി, അത് ഞാൻ എൻ്റെ 6ാം വരിക്കിട്ട് ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ സോമശേഖരൻ പറയുമ്പോൾ അതിനുള്ള വഴിയൊന്ന് തുറന്നു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം എല്ലാത്തിനും വഴി തുറക്കാനുള്ള സർവേശ്വരൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാ സോമശേഖരെ പേടിക്കുന്ന, വഴിയൊക്കെ തുറന്നു വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും തമ്മിൽ അകത്ത് തന്നെ വേണം, ഒരു പെണ്ണ് വിചാരിച്ചാൽ 9 പേരെ തകർക്കാമെന്ന് പറയുന്നില്ല, അപ്പോൾ ഞങ്ങൾ 2 പേരില്ല, അപ്പോൾ പിന്നെ എന്തായാലും അത് നടക്കുക തന്നെ ചെയ്യും, അവളെയും പച്ചയ്ക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ ആകെ ദേഷ്യത്തോടെ ഡെയ്സി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആ താലൂക്ക് ഹോസ്പിറ്റൽ തന്നെയാണ് അടിക്കുന്നത്. അവിടെ വെളിയിൽ കാഹളം കുമാരൻ ഇങ്ങനെ ശാലിനിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയും അനുപല്ലവിയും കുറേ ആ ഒരു സബ് ഇൻസ്പെക്ടർ നഹാസും ഒക്കെ കുറേ പോലീസുകാരൊക്കെ എത്തുന്നുണ്ട്. തുടർന്ന് എല്ലാവരും കൂടി അകത്തേക്ക് പോകുമ്പോൾ അവിടെയാണെങ്കിൽ ആ നേരത്തെ അവിടെ 4 ഓപ്പറേഷൻ നടന്നിരുന്നു, അതിൻ്റെ കിറ്റുകളെല്ലാം വീണ്ടും തിരിച്ച് അറ്റൻഡറും നഴ്സും എല്ലാവരും കൂടി എഡ്വിൻ എന്ന് പറഞ്ഞ ആളിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈസയൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഉള്ളത് കിട്ടിയോ സുദേവ എന്ന് വിളിച്ചുകൊണ്ടാണ്, അറ്റൻഡറുടെ പേര് സുദേവൻ എന്നാണ്, സുദേവ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി
ശാലിനി അകത്തേക്ക് ചെല്ലുമ്പോൾ ശാലിനി ഇങ്ങനെ അടിമുടി നോക്കുകയാണ്. ആ ഒരു നേരത്തെ ആ ബൈസ്റ്റാൻഡറുടെ വേഷത്തിൽ വന്നത് ഇതുമായിട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് പരിശോധിക്കുന്നതിങ്ങനെ ആ നഹാസ് പറയുമ്പോൾ 4 ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ കിറ്റുകൾ. അന്നേരം തുടർന്നാണെങ്കിൽ ഇന്ന് അപ്പോൾ ഇത് എഡ്വിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം എഡ്വിൻ നെൽസൺ ജോർജ് എന്നല്ലേ പേര്, നല്ല മനോഹരമായ പേര്. പക്ഷേ കയ്യിലിരിക്കുന്നത് ഇങ്ങനത്തെയുള്ള വേലത്തരമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കുറേ പോലീസുകാർ. ആ തോമസ് കുര്യൻ ഡോക്ടറെയും കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ 4 കിറ്റുകൾ ഇന്നിവിടെ 4 ഓപ്പറേഷൻ നടന്നു, പക്ഷേ 4 കിറ്റുകൾ വാങ്ങിച്ചു കൊടുത്ത 4 കിറ്റുകൾ ഇവിടെ ഉണ്ടല്ലോ, അതെങ്ങനെയും ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള സൗജന്യ കിറ്റുകൾ എടുത്തു എന്നിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ ഇങ്ങനെ തലവനിച്ച് നിൽക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയിട്ട് ആദ്യം ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ശാലിനിയാണ് നേരത്തെ വന്നത് എന്നുള്ളത്. അന്നേരം പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുത്ത് കിറ്റ് വാങ്ങിപ്പിച്ചു, ഞാനും വാങ്ങിയല്ലോ ഇതിലൊരെണ്ണം സുധാകരൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിന്നുകൊണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർക്ക് പിന്നീടാണ് പിടികിട്ടുന്നതെന്ന് തോന്നുന്നു. അന്നേരം ഇങ്ങനെ തലവനിച്ച് തന്നെയാണ് നിൽക്കുന്നത്. തുടർന്ന് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾക്ക് കിറ്റുകൾ തിരിച്ചു കിട്ടുകയും ചെയ്യും, അതിൻ്റെ വാടക ഇനത്തിൽ പൈസയും കിട്ടും, പിന്നെ കിറ്റുകൾ കൊടുത്ത് അവിടെ അനക്കാതെ വെച്ചിരിക്കുന്നതിനുള്ള കൂലിയും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഴിമതിയെക്കുറിച്ചൊക്കെ ശാലിനി ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. അന്നേരം സുധാകരൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഡോക്ടർ. അന്നേരം ഞാൻ തന്നെയാണ്, ഇതെല്ലാം പിടിച്ചാൽ പോരല്ലോ, തെളിവുകളും വേണ്ടേ, വെറുതെ കണ്ട് ബോധ്യപ്പെടാൻ തന്നെയാണ് ഞാൻ അങ്ങനെ വന്നത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എങ്ങനെയാണ് മാഡം അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുപോകുകയല്ലേ എന്നിങ്ങനെ ഈ നഹാസ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ഒരു നാഥനുണ്ടല്ലോ, നാഥനാ വരട്ടെ, ഞാൻ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വരട്ടെ എന്ന് പറയുകയാണ്, സൂപ്രണ്ടിൻ്റെ കാര്യമാണെന്നുള്ളത്. തുടർന്ന് ഇവരിങ്ങനെ പൈസ സമ്പാദിക്കുന്നതിനെ കുറിച്ചൊക്കെ നഹാസ് പറയുന്നുണ്ട്. പിന്നെ ലക്ഷങ്ങളാണ് അക്കൗണ്ടിലേക്ക് വരുന്നത് ശമ്പളം കൂടാതെ. പിന്നെ ഈ അറ്റൻഡറുടെ വീടൊക്കെ കൊള്ളാൻ നല്ലതാണെന്ന് പറയുമ്പോൾ സാർ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ വരാതെ സ്വിമ്മിംഗ് പൂള് മാത്രമില്ല, ബാക്കി എല്ലാ സൗകര്യവും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നഹാസ് പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ ഈ സൂപ്രണ്ട് വരുന്നുണ്ട്. അന്നേരം ഈ സൂപ്രണ്ടിന് ഇതിലെന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് നടത്തുന്നത് ഈ തോമസ് കുര്യൻ ഡോക്ടറാണ്, അറ്റൻഡറും എല്ലാവരും കൂടി ചേർന്നാണ്, അപ്പോൾ അവരെ എല്ലാവരും സസ്പെൻഡ് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ അറ്റൻഡർക്കും കൂടി ദേഷ്യം വരികയാണ്, സൂപ്രണ്ടും കൂടി അറിവുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ശാലിനി പറഞ്ഞത്, സൂപ്രണ്ടിൻ്റെ പങ്ക് കൂടി അറിയാൻ വേണ്ടി. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണമെന്നാണല്ലോ ഇതിനെല്ലാം കൂട്ട് നിൽക്കുന്നതും സൂപ്രണ്ടും കൂടി തന്നെയാണ്. എഡ്വിൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പറയുന്നത് ഈ സാറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് നമുക്ക് എന്ത് പറയുന്നു സൂപ്രണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശാലിനി. സൂപ്രണ്ട് തല ഒലിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടരന്വേഷണത്തിൽ അത് ബാക്കി വരാം. ഇപ്പോൾ ഇവരെ എല്ലാവരെയും എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിടുക, പാവങ്ങളുടെ പൈസ കൊണ്ട് ഇങ്ങനെ മാനമാടാനുള്ളതെല്ലാം അഴിമതി പുറത്തു പോകുന്നതൊക്കെ പറഞ്ഞ് കുറേ ശാലിനി വീണ്ടും പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടുപോകാൻ പറയുകയാണ്. തുടർന്ന് അറ്റൻഡറെയും ആ ഡോക്ടറെയും ഒക്കെ കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് ശാലിനി സൂപ്രണ്ടിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, തുടരന്വേഷണം വരിക തന്നെ ചെയ്യുക, അതിന് സമാധാനം പറയിപ്പിക്കും എന്ന് പറയുകയാണ്. അന്നേരവും ഈ സൂപ്രണ്ട് ഇങ്ങനെ തലവനിച്ചിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ശാലിനിയും തിരികെ വണ്ടിയിൽ കയറി പോവുകയാണ് അനുപല്ലവി രാമേട്ടനോടൊപ്പം. അന്നേരം കാഹളം കുമാൻ വെളിയിൽ ഇങ്ങനെ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരും പിള്ളയും കൂടി ഉമ്മർത്തിങ്ങനെ സംസാരിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെയാണ് രാഘവൻ നായർ ഇങ്ങനെ പറയുന്നത്. വിഷ്ണുവിന് ഭയങ്കര വാശിയായിരുന്നു. ഭാമയാണെങ്കിൽ ഒരിക്കലും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയെന്ന് വിഷ്ണു കൈക്കുഞ്ഞായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്നത് വരെ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് നിന്നു, എന്നെ വീട്ടിൽ കയറാനേ സമ്മതിച്ചില്ല, അത്രയ്ക്ക് വാശിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നിർബാധം വരാതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് രാഘവൻ നായർക്ക് ഒരു ശ്വാസോടസം പോലെ വരുന്നുണ്ട്. അന്നേരം എന്താ സാറേയും ചോദിക്കും, നിർത്താതെ സംസാരിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമുക്ക് അകത്തേക്ക് പോകുന്നിങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് രാഘവൻ നായർ അങ്ങ് കുഴഞ്ഞ് വീഴുകയാണ്. അന്നേരം പിള്ളയുടെ മടിയിലേക്കാണ് വീഴുന്നത്. അന്നേരം ശ്വാസം മുട്ടുന്നത് പോലെ സംസാരിക്കാമെന്ന് പോയി ആകെ ഒരു വെപ്രാളം. അന്നേരം സത്യമ്മ ഓടി വന്ന് രാഘവ സാറിന് വയ്യ പെട്ടെന്ന് വാന്ന് വിളിക്കുകയാണ്. അന്നേരം ഭാമ ഓടിക്കൊണ്ട് വരുന്നുണ്ട്, പൊന്നിയും വരികയാണ്. അന്നേരം എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. പൊന്നിയോട് പോയി വെള്ളം എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് വെള്ളം കൊണ്ടുപോകാമെന്നൊക്കെ ഭാമ വിളിക്കുകയാണ്. അന്നേരം ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ സംസാരിക്കുന്നുണ്ട്, വ്യക്തമാവുന്നില്ല എന്ന് പറയുന്നു. ഒരിക്കലും എങ്ങനെ വന്നതാണ്, ഞാനും വിഷ്ണുവും കൂടി ഹോസ്പിറ്റലിൽ പോയതാണ്, മരുന്ന് തന്നിട്ടുണ്ട്, വിഷ്ണുവാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, അത് കഴിച്ചാൽ മാറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ ആകെ അന്തം വിട്ട് വിഷ്ണു കൊണ്ടുവച്ചെന്നോ, അതിപ്പോൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള രീതിക്ക് ഭാമ ചിന്തിച്ച് നിൽക്കുന്നു. രാഘവൻ നായർ എപ്രാളപ്പെട്ട് പിള്ളയുടെ മടിയിലും കിടക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു അഴിമതി പുറത്തു കൊണ്ടുവരുന്നതും ഒക്കെയാണ് ആ ഒരു ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വീണ്ടും മഹേന്ദ്രനും ശിവനുമായിട്ട് വീണ്ടും ശത്രുത വന്നിരിക്കും. കേസും കാര്യങ്ങളും ഒന്നുമില്ല എങ്കിലും ശിവനെ വീണ്ടും
പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയും നിർമ്മലയും ഒക്കെ അകത്ത് ആയി, മഹേന്ദ്ര വീട്ടിനകത്തായി. അപ്പോൾ അതിനി എങ്ങനെ തെളിയിക്കും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ശിവൻ എങ്ങനെ സജീവനെ കൊണ്ട് സോമശേഖരൻ വെറുതെ പറയിപ്പിച്ചതാണെന്നുള്ളത് തെളിയിക്കുമായിരിക്കും. ഇത്രയും ഈ ഒരു പ്രൊമോയിലുള്ളൂ. അപ്പോൾ ഇവിടെ ഭാമ വിഷ്ണുവിനായിട്ട് ശിവനാണല്ലോ പറയുന്നത്. പിന്നീട് ഭാമയ്ക്ക് മനസ്സിലാവുമായിരിക്കും, ശിവനെ വിളിക്കുമായിരിക്കും ഗുളി എവിടെയാണ് കൊണ്ടുവച്ചതെന്നൊക്കെ അറിയാനായിട്ട്. അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.